ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എൻ്റെ മൈൻഡിലേ ഇല്ലായിരുന്നു, ഒരു പ്ലാനും ഇല്ലായിരുന്നു എനിക്ക്. പക്ഷേ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു വീഡിയോ ചെയ്യാമോ, എന്താ ചെയ്തത് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്, എങ്ങനെയാണ് 2 മന്ത്സിൽ ഇത്രയും വെയിറ്റ് കുറഞ്ഞത്, ടിപ്സും ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും എല്ലാവർക്കും അറിയേണ്ട ഡയറ്റായിരുന്നു. അപ്പോൾ ഡയറ്റ് ഞാനിങ്ങനെ ഓരോരുത്തർക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ടൈം പോകുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാനത് വീഡിയോയിലൂടെ പറയാം, അതാകുമ്പം എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒരാൾ എന്നോട് ചോദിച്ചാണ് ഞാൻ എന്തെങ്കിലും ഫാറ്റ് ബേണേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന്. ഞാനൊരു ഫാറ്റ് ബേണേഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നു കഴിഞ്ഞ ഒരു 2 മാസം. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പം 2 months 15 days ആയി. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർ, ലൈക്ക് ഡയബറ്റീസോ PCOD അല്ലെങ്കിൽ തൈറോയിഡോ ഉള്ളവർ, നിങ്ങൾ ഒരു പ്രൊഫഷണലിനെ കണ്ടിട്ട് മാത്രം ഡയറ്റ് എടുത്താൽ മതി. ലൈക്ക് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് അവരോട് ഇതുപോലെ നിങ്ങൾക്ക് ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, അതനുസരിച്ചുള്ള ഡയറ്റ് അവർ ചെയ്തു തരും. അപ്പോൾ അത് മാത്രം ഫോളോ ചെയ്യുക. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെ ബോഡിയുടെ മെറ്റബോളിസം അനുസരിച്ചാണ് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പം അത് PCOD ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും കുറച്ച് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിരിക്കും. അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ലൈക്ക് നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അതായത് 2 മാസത്തിൽ ഇത്ര വെയിറ്റ് കുറയണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് 1 കിലോ ആണെങ്കിൽ 1 കിലോ, 1.5 കിലോ ആണെങ്കിൽ 1.5 കിലോ, അത്രയും മതി. പക്ഷെ അത് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. കറക്റ്റായിട്ടൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് പോവാം. പിന്നെ നമ്മളൊരു ഡയറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ബ്ലഡ് കൗണ്ട് പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ട്, അപ്പോൾ അതനുസരിച്ചൊരു ഫുഡ് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് കളയാം. അപ്പം അങ്ങനെ ഒരു ബ്ലഡ് കൗണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിന് വേണ്ട മെയിൻ കാര്യം കൺട്രോൾ. നമുക്ക് ഭയങ്കര കൺട്രോൾ വേണം. ലൈക്ക് ചിലപ്പോൾ നമ്മൾ മുമ്പിൽ നിന്ന് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പം നമ്മളോട് അവർ ചോദിക്കും നിങ്ങൾക്ക് വേണോ, നമ്മളിപ്പോൾ എന്ത് പറയണ്ടേ, നമ്മൾ നോ പറയാൻ റെഡി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെയായിരുന്നു. ഞാൻ ഇവിടെ ഡയറ്റ് ചെയ്ത സമയത്ത് എൻ്റെ വീട്ടിലുള്ളവർ വേറെ ഫുഡ് കഴിക്കുമ്പം വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണ്ട, അല്ലെങ്കിൽ അവരെനിക്ക് എടുത്തിട്ട് വരുമ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ട. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നോ പറയാൻ പഠിക്കണം. ഡയറ്റിൽ നമ്മൾ നോ പറയാൻ പഠിക്കണം. അപ്പോൾ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി, നിങ്ങളെൻ്റെ പോസ്റ്റൊക്കെ അല്ലെങ്കിൽ ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, സ്നാപ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ ഓൾവേസ് ഫുഡിൻ്റെ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. ഫുള്ള് സ്നാപ്പ് ഇടുന്നത്. അപ്പം അതിനകത്ത് ഞാൻ ഹൽവ കഴിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, ഗുലാബ് ജാമുൻ കഴിക്കുന്നു, പിന്നെ ഇതൊക്കെയാണ് ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് കയറി. ആക്ച്വലി എൻ്റെ വെയിറ്റ് ഓക്കെ ആയിരുന്നു. ലൈക്ക് എൻ്റെ ഹൈറ്റ് 163 cm ആണ്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഒരു 62, 63 ഒക്കെ ഇങ്ങനെ 61 അങ്ങനെ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചപ്പോൾ വെയിറ്റ് കൂടി 68 ആയി. അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ വെയിറ്റ് കൂടിയല്ലോ എന്ന് ഉള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഇതായി. അപ്പോൾ ഞാനത് ഡിസംബറിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഷുഗർ നല്ലോണം കഴിക്കുന്നുണ്ട്, വെറുതെ എന്തിനാ ഡയബറ്റീസൊക്കെ വരുത്തി വെക്കുന്നതെന്ന് കരുതി ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എല്ലാവരോടും ഫോണൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഞാൻ ഡിസംബർ 25 ക്രിസ്മസിന് എല്ലാവരും വിഷ് ചെയ്യാനൊക്കെ വിളിച്ചപ്പോൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഞാൻ നന്നാവാൻ പോവാണ് ഗൈസ്, ഇതാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ പോവാണ്, ഞാൻ ഡയറ്റിലേക്ക് പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ പുച്ഛിച്ചു ഗൈസ്. അവർ വിശ്വസിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്താ വിശ്വസിക്കാത്ത, ഞാൻ നന്നാവാൻ പോകുന്നില്ലേ പറഞ്ഞ്. പക്ഷെ ആരും വിശ്വസിച്ചില്ല, എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ Jan 2 ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഇപ്പം മെയിനായിട്ട് എൻ്റെ ഇതെന്ന് പറയുന്നത് ഗോൾ എന്ന് പറയുന്നത് ഷുഗർ. ഞാൻ ഒരുപാട് മധുരം കഴിക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ അതിപ്പം എൻ്റെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരുപാട് കഴിക്കുന്നതാണ് ഒരുപാട് കുടിക്കുന്നതാണ് എയറേറ്റഡ് ഡ്രിങ്ക്സ്. ഞാൻ പെപ്സി, എനിക്ക് നാട്ടിൽ വെച്ച് എനിക്ക് 7up ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് 7upൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അത് നേരെ പെപ്സിയിലേക്ക് മാറ്റി. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഇത് എൻ്റെ ഞാൻ മിക്കവാറും മിററിലാണ് ഇവിടെ വീഡിയോ എടുക്കാറ്, ഫോട്ടോസൊക്കെ എടുക്കാറ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ എപ്പോഴും ഇതിങ്ങനെ കാണും, ഈ പെപ്സിയുടെ ഇത് ക്യാൻ
ഇങ്ങനെ ഇത് കാണും. ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ മേടിച്ചതാണ്. അത് ഞാൻ മേടിച്ചത് ഡിസംബറിലായിരുന്നു. ഡിസംബർ ഒരു ആദ്യത്തെ ആഴ്ചയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു പ്ലാനും ഇല്ല, ഡയറ്റ് എടുക്കണമെന്നും ഒന്നും ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി മേടിച്ചാണ്. ഞാനൊരു 32 ക്യാൻസ് ഉണ്ട് അതിനകത്ത്. പക്ഷേ അതിൻ്റെ ഏതാണ്ടൊരു 3-4-5 ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഡയറ്റിലേക്ക് പോയി. ഇപ്പം ഞാൻ തൊട്ടിട്ട് പോലുമില്ല. ഇതും അത് തന്നെയാണ്. ഈ വാൾമാർട്ടിൻ്റെ കവറിലിരിക്കുന്നതും അത് തന്നെയാണ്. തൊട്ടിട്ടില്ല ഗൈസ്, തൊട്ടിട്ട് പോലുമില്ല. ഇതും ഞാൻ എനിക്ക് തോന്നുന്നു ഡിസംബറിൽ മേടിച്ചതാണ്. ബില്ല് ഉൾപ്പെടെ ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഗൈസ്. എൻ്റെ ഡേറ്റ് എവിടെയാണോ എന്തോ, എൻ്റെ ഡേറ്റ് എവിടെയാ? ഓക്കെ, ഇത് 6-ാം തീയതി മേടിച്ചാണ്. ഡിസംബർ 6-ാം തീയതി മേടിച്ചിട്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ ഇപ്പോൾ ഞാൻ എന്തുമാത്രം കുടിക്കുമെന്ന്. പക്ഷേ ഞാൻ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ജാൻ 2 തൊട്ടിട്ടില്ല. പൈസ പോയത് മെച്ചം. ഇതിനും കുടിക്കാതിരിക്കും, കുടിക്കാതിരിക്കത്തൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇല്ല. പിന്നെന്താ, ആൽക്കഹോളൊക്കെ കുടിക്കുന്നവരുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു വട്ടമൊക്കെ ഒരു 2 പെഗ്, ഒരു 30 ml, അതും വെള്ളം ഒഴിച്ചിട്ട്, അല്ലാതെ ഇതുപോലത്തെ ഡ്രിങ്ക്സ് ഒന്നും ഒഴിച്ചിട്ടല്ല, വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞുകൊണ്ട് ഡെയിലി ഇത് ചെയ്യാൻ നിൽക്കരുത്. മാസത്തിൽ ഒരു വട്ടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് നിർബന്ധമുള്ളവരാണെങ്കിൽ. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. നല്ല കാര്യമാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം അതും നമ്മൾക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. നമ്മളത് കുടിക്കാതിരുന്നാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെന്താ ഞാൻ ഒരു 2.5 മാസമായി, 2.5 months ആയിട്ട് ഞാൻ ഒരു പാർട്ടിക്കോ ഞാനൊരു മോളിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല. ഈവൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാറില്ല. എൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടും ഒരു 2-2.5 മാസമായി. ഇത് തന്നെയായിരുന്നു കാരണം. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് ഫുഡ് തരുമ്പോൾ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നോ പറയുമ്പോൾ ഇവർക്ക് എന്താണ് ഇത് നോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ പോയിട്ടില്ല, ആരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. പിന്നെന്താ, ആകെ പോകുന്നത് ഗ്രോസറി ഷോപ്പിൽ മാത്രമാണ്. ഗ്രോസറി പോകുമ്പോഴും നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒക്കെ വരുമ്പം ഞാൻ ഇങ്ങനെ മുഖം തിരിച്ച് അങ്ങ് നടക്കും. അതായത് നമ്മളുടെ ചിപ്സും നമ്മളുടെ കേക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നേരെ മുഖം തിരിച്ചങ്ങ് നടക്കും. അല്ലെങ്കിൽ ഞാൻ അതിനെ എടുത്തൊന്ന് ആസ്വദിച്ചിട്ട് ഞാൻ പറയും, ഞാൻ വണ്ണമൊക്കെ കുറച്ചിട്ട് വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെച്ചിട്ട് ഇങ്ങോട്ട്. അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അത്രയും അതിന് ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടി ഇരുന്നിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് ചെയ്തത്. പിന്നെ എക്സസൈസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു, ജിമ്മിൽ പോയോ, പേഴ്സണൽ ട്രെയിനേഴ്സിന് വെച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജിമ്മിൽ പോയിട്ടില്ല, ഞാൻ പേഴ്സണൽ ട്രെയിനർ വെച്ചിട്ടില്ല. ഞാൻ ഒരാളോടും ഒരു എക്സസൈസും ഞാനിങ്ങനെ ഇത് ഓക്കെ ആണോ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ കയറി ഒരുപാട് എക്സസൈസ് ഉണ്ട്. അത് ഞാൻ ചെയ്തത് കൂടുതലും ഫുൾ ബോഡി കളയായിരുന്നു. ബിക്കോസ് നമുക്ക് ഫുൾ ബോഡിയിലുള്ള ഫാറ്റ് കളയണമല്ലോ. ഫുൾ ബോഡി ആയിരുന്നു. പിന്നെ കൂടുതലും ആപ്സ്, ബിക്കോസ് എനിക്ക് നല്ല വയറുണ്ടായിരുന്നു. അപ്പം അത് കുറയാൻ വേണ്ടി അങ്ങനത്തെ എക്സസൈസ് നോക്കി. പിന്നെ കൈക്കുള്ളത്, അങ്ങനെ ഒരുപാടുണ്ട്. ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ ചെയ്യുക. ഞാൻ ഒരു 2-3 പേജ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സസൈസിൻ്റെ വീഡിയോസ് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഞാൻ വേണമെങ്കിൽ എക്സസൈസ് ഏത് ചാനലിൽ നിന്നാണ് എടുത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ എക്സസൈസ് ഞാൻ ചെയ്യുമെന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഐ മീൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ജിമ്മിലൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് ഡയറ്റ് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. പിന്നെന്താ, വേറെന്താ. അപ്പം എങ്ങനെയായിരുന്നു എക്സസൈസ്? ഞാൻ ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് വെറും 10 മിനിറ്റാണ് ഞാൻ എക്സസൈസ് ചെയ്തത്. കാരണം നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു ബോഡി നമ്മൾ വർക്കൗട്ട് ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ 1 മണിക്കൂർ നടക്കാൻ പോകും, ഇല്ല. പതുക്കെ ചെയ്യാം, നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക, എല്ലാം നമ്മൾ സ്ലോയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാൻ 10 മിനിറ്റായിരുന്നു ആദ്യത്തെ 2 ദിവസം ഞാൻ അങ്ങനെ ചെയ്തു. 2 ദിവസം നമുക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കും ഇങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇരിക്കുന്നിടത്ത് എണീക്കുമ്പം വേദന, നടക്കാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കില്ല, കാലൊക്കെ ഒടിഞ്ഞ് പോയൊരു നടക്കത്തില്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ വീട്ടിലുള്ളൊരു ചിരി
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്യാതെ നമ്മൾ തിരിഞ്ഞ് നടക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ പിന്നെ ഞാനത് 30 മിനിറ്റ്സ്, അപ്പം ആദ്യത്തെ 2 ദിവസം മാത്രമേ ഉള്ളൂ 10 മിനിറ്റ് ചെയ്ത്. പിന്നെ ഞാനത് 3-ാമത്തെ ദിവസത്തോട് ഞാനത് 30 മിനിറ്റ്സ് ആക്കി. 30 മിനിറ്റ്സ്. പിന്നെ അത് ഞാൻ 1 വീക്ക് അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നമ്മളുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പെയിൻ ഇല്ല. അപ്പം നമ്മളത് കൂട്ടണം. അങ്ങനെ ഞാൻ ആദ്യത്തെ 1 മാസം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. പിന്നെ സെക്കൻഡ് മന്ത് ആയപ്പോഴത്തേക്ക്, അപ്പോൾ എനിക്ക് ഫസ്റ്റ് മന്തിൽ ജസ്റ്റ് 3 kg മാത്രമാണ് കുറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ എനിക്ക് വേണം, ലൈക്ക് എന്തൊക്കെയോ ചേഞ്ച് ചെയ്താലേ എനിക്ക് ഇനിയും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് എനിക്ക് ഫസ്റ്റ് മന്തിൽ 3 kg പോയത് പോരാ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോഴും എനിക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും കൂടെ ചെയ്യണമെന്ന് ഓർത്തിട്ട് ഞാനൊരു മോർണിംഗ് ഒരു 1:15 to 1:30 വരെ, ചില ദിവസം എല്ലാ ദിവസമില്ല. ഞാനിതെല്ലാം ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് മാക്സിമം 20 മിനിറ്റിന് എക്സസൈസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ അതങ്ങനെ എടുത്തിട്ട് ചില ദിവസം ഞാൻ 1.25 മണിക്കൂർ ചെയ്യും, ചില ദിവസം ഞാൻ 1.5 മണിക്കൂർ രാവിലത്തെ കാര്യമാണ്, രാവിലെ ഇങ്ങനെ ചെയ്യും. വൈകിട്ട് ഞാൻ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഞാൻ വീട്ടിൽ തന്നെ വർക്കൗട്ട്. ബിക്കോസ് ഞങ്ങൾക്ക് പുറത്ത് ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് നടക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ നടക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല കേട്ടോ, നടക്കാനോ ഓടാനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ലതാണ്, നല്ല കാലറി ബേൺ ചെയ്യും. അപ്പം അതുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ ആക്ച്വലി ഒരു 10 മിനിറ്റ് ജോഗിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ബോറടിച്ചു, ലൈക്ക് രാവിലെയും വൈകിട്ടും വീട്ടിലുള്ള എക്സസൈസ് എനിക്ക് ബോറടിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു തണുപ്പ് കുറഞ്ഞപ്പോൾ പതുക്കെ ഞാൻ വൈകിട്ടത്തേത് മാറ്റി റണ്ണിങ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ഓർത്തിട്ട് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ ദിവസം പോയി ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ വൈകിട്ടത്തെ ഞാൻ വീട്ടിലുള്ളത് മാറ്റി പുറത്ത് ആക്കാനുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തു. അപ്പം രാവിലെ 1.5 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ, അത്രയും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം വെച്ചിട്ട് ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വർക്കിൻ്റെ ടൈം വെച്ചിട്ട് ഒക്കെ നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ വർക്കൗട്ടിന് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വീഡിയോ ഏത് പേജാണ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഏതൊക്കെ വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറയാം. പിന്നെ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവർ ചെയ്യുന്ന പോലെ ഇപ്പം 20 എണ്ണമൊക്കെ അടുപ്പിച്ച് നമുക്കിപ്പം ഇപ്പോൾ ഒരു ലെഗ് ഡ്രോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ലെഗ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് കുറച്ച് പൊങ്ങിയാണല്ലോ നിൽക്കേണ്ടത്. നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഒരു 2-3 എണ്ണമൊക്കെ ആകുമ്പോഴത്തേക്ക് വയ്യ, ബിക്കോസ് നമുക്ക് നല്ല പെയിൻ വരും. കുഴപ്പമില്ല, അത് സാരമില്ല, നമ്മൾ താഴെ വെച്ചിട്ട് പിന്നെ ചെയ്താൽ മതി. അതിനകത്ത് പിന്നെ വേറെ ഇതൊന്നുമില്ല, നമ്മൾ സ്ലോലി അത് ഇമ്പ്രൂവ് ആയിക്കോളും. ഇത്രയൊക്കെയുള്ളൂ വർക്കൗട്ടിൻ്റെ കാര്യം പറയാനായിട്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള സാധനം ഡയറ്റ്. അപ്പോൾ ഡയറ്റ് ഞാൻ എന്താ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഫോളോ ചെയ്തായിരുന്നു. അതായത് ഒരു 16 hours ഗ്യാപ്പ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും തമ്മിൽ, ആക്ച്വലി ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ ഒരു 16 hours ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്? അതായത് നമ്മൾ യൂഷ്വലി എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ ചെന്നിട്ട് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ടായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് ഇറങ്ങുന്നു. അവിടെ നമ്മുടെ ഇൻസുലിൻ ആക്ട് ചെയ്ത് ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി അത് നമ്മളുടെ ബോഡിയിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ എക്സസ് വരുന്ന ഗ്ലൈക്കോജൻ ടൈം പോകുന്നതനുസരിച്ച് കാരണം എന്താ, നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, അതും കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ്, എക്സസ് വരും ഗ്ലൈക്കോജൻ. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മളുടെ ബോഡിയിൽ പലയിടത്തും ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതാണ് യൂഷ്വലി നടക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളൊരു 16 hours ഗ്യാപ്പ് എടുക്കണം. അതായത് നമ്മളൊരു ഡിന്നർ ഇപ്പോൾ ഒരു 7 മണിക്ക് കഴിച്ചാൽ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു 11 മണിക്കാണ്. അപ്പം ടൈം പോകുന്നതനുസരിച്ച് ഈ ഗ്ലൈക്കോജൻ തീരും. അപ്പോൾ എന്താ, ബോഡി ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഇവൾ എനിക്ക് ഇന്ന് ഫുഡ് തന്നില്ലല്ലോ. അപ്പം എന്താണ് സംഭവിക്കുന്നത്, ഈ ഫാറ്റിനെ എടുത്ത് യൂസ് ചെയ്ത് ബേൺ ചെയ്തിട്ട്, അത് പ്രൊസീജിയേഴ്സൊക്കെ പറയാൻ പോയാൽ ഇങ്ങനെ ലെങ്തി ആയിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ വീഡിയോ തികയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഫാറ്റിനെ എടുത്ത് യൂസ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുന്നത്. അപ്പം അതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നടക്കുന്നത്. അതായത് ആ ഒരു 16 hours ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഫാറ്റിനെയാണ് ഇത് എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്തിട്ട്
ബേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഇതിൽ ഏറ്റവും നല്ല ടൈമിംഗ് എന്ന് ഞാൻ പറയുന്നത് ഒരു 11 to 7 ആണ് നിങ്ങളുടെ ഫുഡ് കഴിക്കേണ്ട ടൈം. 7 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫുഡ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഉറങ്ങുകയല്ലേ, അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ഇതിന് പല ടൈമിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 16 hours ഗ്യാപ്പ് ഡിന്നർ ടു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വേണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ടൈമിംഗ് ഇത് യൂസ് ചെയ്യാം. ഞാൻ ഈ ടൈം യൂസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഉറങ്ങുകയാണ്. അപ്പം ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ പകലൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇപ്പോൾ ചിലർ 7 to 3 അങ്ങനെയൊക്കെ ടൈമിംഗ് എടുക്കുന്നവരൊക്കെ ആണെങ്കിലും ആ ടൈമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പകലല്ലേ, അപ്പം നമുക്ക് ചിലപ്പം ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ടൈം നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം 11 to 7 ആണ് ഞാൻ. 11 ബ്രേക്ക്ഫാസ്റ്റ്, 7 ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു 16 hours ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ കഴിക്കുന്നത്. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. പിന്നെ ഡയറ്റ് ഞാൻ എൻ്റേതായ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഞാനെങ്ങും ഒരു കൃത്യമായ ഒരു ഇതൊന്നുമല്ല, ഞാൻ എന്നാലും എൻ്റേതായ രീതിയിൽ ഡയറ്റ്. ഇപ്പോൾ നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ സ്കെഡ്യൂൾ നോക്കിയിട്ട് ഒരു 2 ദിവസം ലീവുള്ള സമയത്ത് നോക്കി മാത്രം നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ആദ്യത്തെ 2 ദിവസം നമ്മൾക്ക് ലൂസ് മോഷൻ ഉണ്ടാകും. കാരണം അത് നോർമലാണ്. ആരും എനിക്ക് ലൂസ് മോഷൻ ആയി എന്ന് പറഞ്ഞിട്ട് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട, അത് നോർമലാണ്. ബിക്കോസ് നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആവാനായിട്ട് ടൈം എടുക്കുന്നതാണ്. കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡെല്ലാം മാറി വേറെ ഫുഡിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും വരും, ലൂസ് മോഷൻ വരും. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അപ്പോൾ ഇനി എൻ്റെ ഡയറ്റ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മളുടെ പാർവതി ആർ കൃഷ്ണ, പുള്ളിക്കാരിയുടെ പേര് അങ്ങനെയല്ലേ, അതെ, പുള്ളിക്കാരിയുടെ ഒരു പേജിൽ കണ്ട ഒരു ഡ്രിങ്കാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിലെടുക്കും. അതിലേക്ക് കുറച്ച് ക്യുമിൻ സീഡ്, നമ്മളുടെ ജീരകം, പിന്നെ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് ഈ നാരങ്ങ കട്ട് ചെയ്ത് അതിനകത്തിടും. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് ഇടും. പിന്നെ ഞാൻ അതിനകത്ത് സിന്നമൺ, നിങ്ങൾക്ക് പൗഡറോ അല്ലെങ്കിൽ സ്റ്റിക്കോ, എനിക്ക് സ്റ്റിക്കാണ്, ഞാൻ സ്റ്റിക്ക് കുറച്ചൊടിച്ചിട്ട് അതിനകത്തിട്ടിട്ട് ഇതൊരു 10 മിനിറ്റ് ഞാൻ തിളപ്പിക്കും. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ആറിക്കാൻ വെച്ചിട്ട് നമുക്ക് കുടിക്കുന്ന ഒരു ചൂടാറുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതാണ് എൻ്റെ ഡീറ്റോക്സ് ഡ്രിങ്ക്. അത് ഞാൻ എൻ്റെ വർക്കൗട്ടിന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ മുമ്പേ ഞാനിത് കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ്സിനകത്ത് ഞാൻ ചിയാ സീഡ്, 1 സ്പൂൺ ചിയാ സീഡ് ഇട്ടിട്ട് വെള്ളത്തിലിട്ട് അത് കുതിർക്കാൻ വെച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഞാൻ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ അതാണ് കുടിക്കുന്നത്. ചിയാ സീഡ് വെള്ളമാണ് ഞാൻ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പം അണച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കരുതെന്നാണ് പറയുന്നത്. അപ്പം ഒരു 2 മിനിറ്റൊക്കെ ഇരുന്ന് നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ലതായിട്ട് തുടക്കം നിങ്ങൾ അണയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. ആക്ച്വലി നമ്മൾ പിന്നീട് ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ റെസ്റ്റിംഗ് ടൈം കുറയും. സോ അതോർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട. തുടക്കം നമുക്ക് എല്ലാം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം സെറ്റായി മാറും. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷുഡ് ഗൈസ്, ഇപ്പോൾ തന്നെ 18 മിനിറ്റായി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ ഒരുപാട് പോകും. അപ്പം നിങ്ങൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ നിങ്ങൾ കേൾക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 3 ഓപ്ഷൻസ് ആണ് ഉണ്ടല്ലോ. ഒന്ന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അവക്കാഡോ മിൽക്ക് ഷേക്കാണ്. അതിനകത്ത് ഒരു അവക്കാഡോ, ഞാൻ ചില സമയത്ത് 2 അവക്കാഡോ എടുക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അവക്കാഡോ എടുക്കുക, ഒരെണ്ണം മതി ആക്ച്വലി. പിന്നെ അതിനകത്ത് കുറച്ചൊരു പൊട്ടിക്കൊരു പ്രോട്ടീൻ പൗഡർ ഞാൻ ആഡ് ചെയ്യും, ഒരു പഴം, പിന്നെ ആൽമണ്ട് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനിത് അതായിട്ട് മാത്രം ചെയ്യാം. ബിക്കോസ് നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ഒരുപാടുണ്ട്. പിന്നെ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്സ് കഴിക്കാത്തൊരു വ്യക്തിയാണ്. എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു സാധനമാണ് ഓട്സ്. പക്ഷേ അത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് നോക്കിയപ്പോഴത്തേക്ക് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇത് ആക്ച്വലി സംഭവം ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഓട്സ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഓട്സ് കഴിക്കാത്തത്. പക്ഷേ ഇത് ഓവർനൈറ്റ് നമ്മൾ കുറച്ച് ഓട്സ് എടുക്കുക, അതിനകത്തേക്ക് ആൽമണ്ട് മിൽക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്യും. എനിക്ക് ബെറീസ് നമുക്ക് വെയിറ്റ് ലോസിന് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, റാസ്ബെറി ഇതെല്ലാം അതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ ഒരു പഴം, പിന്നെ
ആപ്പിൾ ഇതൊക്കെ ഹാഫ് ആപ്പിൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഇത്രയുമുള്ളൊരു ജാറ് പോലത്തെ ഒരു സാധനത്തിനകത്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോർണിംഗ് അത് ഞാൻ കഴിക്കാറുണ്ട്. അതിൻ്റെയും നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അത് എൻ്റേതായ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ബ്ലൂബെറി ബ്ലെൻഡൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഒന്നത്, പിന്നെ ഒന്ന് അവക്കാഡോ ടോസ്റ്റ് ഞാൻ ചെയ്ത് കഴിക്കാറുണ്ട്. ബ്രെഡ് ബട്ടറിലൊക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അതിനകത്തിലേക്ക് അവക്കാഡോ കുറച്ച്, അതിനകത്തേക്ക് ലെമൺ ജ്യൂസും കുറച്ച് കാര്യങ്ങൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ടോസ്റ്റാക്കി ഒരു നമ്മുടെ ബുൾസൈ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ട് അങ്ങനെ അവക്കാഡോ ടോസ്റ്റ് കഴിക്കാറുണ്ട്. അതും ഇത് മൂന്നും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മൂന്നും. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ലഞ്ചിലേക്ക് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് മന്ത് അതായത് ചിക്കൻ കറിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജ് ഞാൻ നമ്മളുടെ ഈ അടപ്പ് പാത്രമല്ലേ ഇതിനകത്തായിരുന്നു ചോറ്. ഈ അളവിലായിരുന്നു ഞാൻ ചോറ് എടുക്കുന്നത്. ചോറ് ഈ അളവിലെടുത്തിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഞങ്ങൾ യൂഷ്വലി ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ബ്രസ്റ്റ് പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വെജ്. ഇപ്പം ഞാൻ ഈ വെജ് ഫാൻ അല്ല, വെജ് കഴിക്കുന്നത് എന്നെ വീട്ടിൽ നിർബന്ധിച്ചാണ് ഞാൻ വെജ് കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ ആകെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെജ് എനിക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടമാണ്, കൂമ്പ് തോരൻ ഇഷ്ടമാണ്, പിന്നെ ബ്രൊക്കോളി ഞാൻ ഇപ്പം ഈ ഡയറ്റിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഈ 3 സാധനം അല്ലാതെ ഞാൻ വേറെ വെജ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വെജ് കഴിക്കാം. നിങ്ങൾ കുറച്ച് ചോറെടുത്തിട്ട് ഒരുപാട് നിങ്ങൾക്ക് വെജീസും അതിനകത്തിലേക്ക് നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ കടല കഴിക്കാം, പയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതെടുത്ത് കറീസ് നമ്മൾ കറി കൂടുതലെടുത്തിട്ട് ചോറ് കുറച്ചെടുത്തിട്ട് അങ്ങനെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് മന്ത്. പക്ഷേ സെക്കൻഡ് മന്ത് വന്നപ്പോഴത്തേക്ക് ബിക്കോസ് ഫസ്റ്റ് മന്തിൽ എനിക്ക് കാര്യമായ ചേഞ്ചസ് ഒന്നും വരാത്തപ്പം ഞാൻ സെക്കൻഡ് മന്തിൽ നേരെ മാറ്റി. ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തിയാക്കി, അത് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഡിന്നർ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ മന്തിൽ ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തിയും എന്തെങ്കിലും ചിക്കൻ കറിയോ ഉച്ചയ്ക്കത്തെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ആ കറിയായിരുന്നു. ഒരു ചപ്പാത്തി അല്ലെങ്കിൽ 1.5 ചപ്പാത്തിയൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഫസ്റ്റ് മന്തിൽ എനിക്ക് കാര്യമായ വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടായില്ല. 3 കിലോ കുറഞ്ഞപ്പോൾ എനിക്ക് തൃപ്തിയല്ലായിരുന്നു. നിങ്ങൾക്ക് 3 കിലോ കുറയുന്ന തൃപ്തിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ ഡയറ്റ് കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് തൃപ്തിയില്ലായിരുന്നു. ഓക്കെ, ശരിയല്ല, എനിക്ക് കുറച്ചുകൂടെ വേണം എന്ന് ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ചപ്പാത്തിയാക്കി. അതായത് കറിയൊക്കെ അങ്ങനെ തന്നെ. ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തിയാക്കി, ഒരു ചപ്പാത്തി. ഇതിൻ്റെ കൂടെ ഞാനൊരു ലെമൺ ജ്യൂസ് ഉപ്പിട്ടത് മാത്രം. ഷുഗർ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തേക്കാണ്. അപ്പം ഉപ്പിട്ട ഒരു ലെമൺ ജ്യൂസ് ഒരു ഗ്ലാസ്സിനകത്ത് കുടിക്കാം. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വിശക്കത്തില്ല, സത്യമായിട്ടും വിശക്കത്തില്ല. ഒരു ചപ്പാത്തി നമ്മൾ കറി കൂടുതൽ എടുക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും വിശപ്പ് വരില്ല. ഒരു ഗ്ലാസ് നമ്മൾ ഈ ലെമൺ ജ്യൂസിൽ കുടിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വിശപ്പ് വരില്ല. പിന്നെ എൻ്റെ ഡിന്നർ ആ സമയത്ത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായി. അയ്യോ, എൻ്റെ ചപ്പാത്തി ഉച്ചയ്ക്ക് പോയി, അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കും. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു തന്നെയാണ് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാമെന്ന് പറഞ്ഞു. നമ്മളുടെ ചേമ്പൊക്കെ പുഴുങ്ങുന്ന പോലെ തന്നെയാണ് ഈ സാധനം. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ചേമ്പ് പുഴുങ്ങി നമ്മൾ മുളക് കൂട്ടി കഴിക്കുന്നത് പോലെ തന്നെ ഒരു സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ഡിന്നറായി കഴിക്കാം. ഡിന്നർ എപ്പോഴും ഞാൻ 6:30ക്ക് എൻ്റെ ഡിന്നർ കഴിക്കും. 6:30 to 7 ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കും. 7-ന് ശേഷം ഞാൻ ഒന്നും കുടിക്കാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പം കഴിക്കില്ല. അപ്പം എൻ്റെ ഡിന്നർ ഞാൻ 7-ന് മുമ്പ് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ നിർത്തും. അപ്പം അതിനകത്ത് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കും. പിന്നെ ഞാൻ മുട്ട. അപ്പം ഞാൻ ചില ദിവസം എന്ത് ചെയ്യുന്നറിയാമോ, ഇതൊന്നും കഴിക്കാതെ ഞാൻ ഫ്രൂട്ട്സ് മാത്രം കഴിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഡെഫിഷ്യൻസി വരില്ല ഇങ്ങനെ കുറച്ചല്ലേ. നമ്മൾ ഒരു ദിവസമൊക്കെ ഒന്ന് ഇതാക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും അങ്ങനെ ഡെഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. എല്ലാവരും ചോദിക്കുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരില്ല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ ഫ്രൂട്ട്സ് വൈകിട്ട് കഴിക്കാം. ഞാൻ ചില ദിവസം 2 അല്ലെങ്കിൽ 3 കിവി മാത്രം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാനൊരു ഡ്രിങ്ക് കഴിക്കും. അപ്പം ഡ്രിങ്ക് എന്ന് പറയുന്നത് ഞാൻ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം, ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിനകത്ത് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തിലേക്ക് കരിഞ്ജീരകം ആഡ് ചെയ്തിട്ട് കുറച്ച് ചുക്ക് പൊടി ഉണ്ടല്ലോ നമ്മളുടെ ജിഞ്ചറിൻ്റെ, അപ്പം അത് ആഡ് ചെയ്തിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കും. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാനത് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതെടുക്കാവുള്ളൂ. ഒരു
10-15 മിനിറ്റ് വെച്ചിട്ട് അപ്പോഴത്തേക്കൊന്ന് ചൂടും ഒന്ന് ആകുമ്പോഴത്തേക്ക് ഞാനതെടുത്ത് അരിച്ച് അതിനകത്തേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്തിട്ട് ഞാനത് എൻ്റെ ഡിന്നറിൻ്റെ കൂടെ ഞാൻ കഴിക്കും. അപ്പോഴും നമുക്ക് അത്രയും വിശപ്പ് വരില്ല. അപ്പം ഇങ്ങനെ ഇപ്പം കിവി, അപ്പം ചില ദിവസം ഞാനങ്ങനെ ഫ്രൂട്ട്സ് ആക്കും, ചില ദിവസം വാട്ടർമെലൺ, ചില ദിവസം കിവി. അപ്പോൾ എല്ലാ ദിവസവും ഇല്ല കേട്ടോ, അതും ഞാൻ പറയുന്നു. നിങ്ങൾ അത് കണ്ടിന്യൂസ് ഡെയിലി നൈറ്റ് ഫ്രൂട്ട്സ് മാത്രമാക്കരുത്. ഞാൻ ഇപ്പോൾ ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഞാൻ അടുപ്പിച്ച് ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നതെങ്കിൽ ഞാൻ 3-ാമത്തെ ദിവസം ഞാൻ ചിക്കൻ സാലഡ് കഴിക്കും. ചിക്കൻ സാലഡ് ഞാൻ കുറച്ച് എടുത്തിട്ട് അതിനകത്തേക്ക് എനിക്ക് വെജ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെജ് അങ്ങനെ കഴിക്കാത്തത്. നിങ്ങൾക്ക് വെജ് ഇഷ്ടമാണെങ്കിൽ അതിനകത്തിലേക്ക് നിങ്ങൾക്ക് ഈ ക്യാപ്സിക്കം അങ്ങനത്തെ ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം, നല്ലതാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിക്കൻ സാലഡ് കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ ഞാൻ മുട്ട പൊരിച്ച് സാധാ പൊരിക്കുന്ന പോലെ തന്നെ മുട്ട 2, ചിലപ്പോൾ 1 മുട്ട എടുക്കും, ചിലപ്പോൾ 2. അതൊക്കെ എൻ്റെ മൂഡനുസരിച്ച് ഞാൻ എടുക്കുന്നതാണ്. 2 മുട്ട എടുക്കും, 1 ഉള്ളി എടുക്കും, ചിലപ്പോൾ ഹാഫ് ഉള്ളി എടുക്കത്തുള്ളൂ. അതൊക്കെ വെച്ചിട്ട് ഞാൻ മുട്ട പൊരിച്ച് കഴിക്കും. നിങ്ങൾക്ക് ഡിന്നർ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞത് തന്നെ ഒരു 3-4 എണ്ണം പറഞ്ഞു. അതായത് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം, മുട്ട പൊരിച്ച് കഴിക്കാം, ചിക്കൻ സാലഡ് കഴിക്കാം, ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുക്കൽ ഒരു 2 ദിവസം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ 3-ാമത്തെ ദിവസം നിങ്ങൾ പ്രോട്ടീൻ എന്തെങ്കിലും കഴിക്കുക, ലൈക്ക് ചിക്കൻ സാലഡോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ അങ്ങനെ കഴിക്കാം. അപ്പം ഇങ്ങനെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം വെയിറ്റ് ലോസ് വന്നു. അതായത് എനിക്ക് ആദ്യത്തെ ഒരു 10 ദിവസം എനിക്ക് 1 കിലോ കുറഞ്ഞു, പിന്നത്തെ 10 ദിവസം 1 കിലോ കുറഞ്ഞു, പിന്നത്തെ 10 ദിവസം 1 കിലോ കുറഞ്ഞു, അങ്ങനെ 3 കിലോ ആയിരുന്നു ഫസ്റ്റ് മന്ത് കുറഞ്ഞത്. പക്ഷേ സെക്കൻഡ് മന്തിലേക്ക് വന്നപ്പം 10 ദിവസത്തിൽ എനിക്ക് 1.5 കിലോ കുറയാൻ തുടങ്ങി, പിന്നത്തെ 10 ദിവസം എനിക്ക് 2 കിലോ കുറയാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ഇത്രയും വെയിറ്റ്. അപ്പോൾ എനിക്ക് സെക്കൻഡ് മന്തിലാണ് എനിക്ക് 6 കിലോ അങ്ങനെ കുറഞ്ഞത്. അതായിരുന്നു എൻ്റെ ഡയറ്റ്. പിന്നെ ഞാൻ 3 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കും. ഇപ്പം വെള്ളം കുടിക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങൾക്ക് തണുപ്പൂടായതുകൊണ്ട് ഭയങ്കര മടിയായതുകൊണ്ട്. പക്ഷേ ഒരു 3 ലിറ്റർ വെള്ളം അത് കുടിച്ചത്, അതായത് നമുക്ക് കുപ്പിക്കകത്ത് നിന്ന് വെള്ളം കുടിക്കുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ ഉണ്ടോയെന്ന്, അയ്യോ ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, ഇത്രയും ഞാൻ കുടിക്കണമല്ലോ, എങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എടുക്കും. ഈ ഗ്ലാസ് ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ് കേട്ടോ. ഈ ഗ്ലാസ് എടുത്തിട്ട് ഈ കപ്പ്, ആക്ച്വലി ഗ്ലാസ് അല്ലല്ലോ, കപ്പ് എടുത്തിട്ട് അതിനകത്തിലേക്ക് വെള്ളം എടുത്തിട്ട് ഞാൻ വെള്ളം ചൂടാക്കിയാണ് കുടിക്കാറ്. ഇത് എനിക്കൊരു പേജിൽ നിന്ന്, ഒരു യൂട്യൂബ് ചാനലിലൊരു പുള്ളിക്കാരി വന്ന് പറഞ്ഞതാണ്. പുള്ളിക്കാരി പറയുന്നത് നമ്മൾ ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഫാറ്റ് ബേൺ ആയി പോകും. അതിനെക്കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാനോ ഞാനതിൻ്റെ ലോജിക്കോ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ചൂടുവെള്ളം കുടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും നമ്മൾ ചെയ്യുകയാണല്ലോ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പം 1 മാസം 1.5 മാസം കൊണ്ട് ഞാൻ ചൂടുവെള്ളം മാത്രമാണ്, അതും കപ്പിൽ, ഞാൻ കുപ്പിക്കകത്തുനിന്ന് എടുത്ത് നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് ഒരുപാടുള്ളത് കൊണ്ട് തോന്നുന്നുള്ളൂ. ഞാനിങ്ങനെ ഗ്ലാസ്സിനകത്ത് മാത്രം ചൂടാക്കി ഞാനിങ്ങനെ കുടിക്കാറുണ്ട്. അങ്ങനെ പക്ഷെ നമ്മൾ നല്ലപോലെ യൂറിനേറ്റ് ചെയ്യും, നമ്മൾ ഫുൾ ടൈം വാഷ്റൂമിലായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ അത്രയും വെള്ളം കുടിക്കുന്നുണ്ട്, 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കധികം വിശപ്പ് അറിയത്തില്ല. പിന്നെ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വിശപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രേവിങ്സോ, നിങ്ങൾക്ക് ആൽമണ്ട് കഴിക്കാം, പീനട്ട്സ് കഴിക്കാം, പിന്നെന്താ അങ്ങനത്തെ നട്ട്സൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ എല്ലാം ഒരു ലിമിറ്റിൽ, ഓവറായിട്ട് കഴിക്കരുത്. ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കൈയുടെ അളവിൽ കുറച്ചെടുത്തിട്ട് അത് മാത്രം നിങ്ങൾക്ക് കഴിക്കാം. എന്തെങ്കിലും ക്രേവിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശപ്പോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾ ഡെയിലി ഇല്ല, വല്ലപ്പോഴും ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ കുക്കീസ് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ സിസ്റ്റർ നല്ലോണം കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അവൾ ഇതുപോലെ കുക്കീസ് ഉണ്ടാക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മധുരമോ കാര്യങ്ങളോ ഒന്നും, ജസ്റ്റ് നമ്മളുടെ ഡേറ്റ്സും ഇതൊക്കെ വെച്ചിട്ട് അവൾ ഷുഗറൊന്നും ആഡ് ചെയ്യാതെ കുക്കീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഡെയിലി അതൊന്നും കഴിക്കരുത്. അങ്ങനത്തെ ഇതൊക്കെയാണ് എൻ്റെ ഡയറ്റ്. പിന്നെ നൈറ്റ് ഡ്രിങ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം 2 ദിവസം നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ വർക്ക് അനുസരിച്ച് നിങ്ങൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വേറെന്താ പറയാനുള്ളത്, നമ്മളുടെ ബോഡി നമ്മൾ എന്താ പറയുക, ഒരു ഡയറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യും. ബോഡി ആയിരിക്കും എനിക്ക് ഇന്ന് ഫുഡ് തന്നില്ല, ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ്, കാരണം നമ്മൾ എക്സസൈസിൽ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് നമ്മളുടെ ബോഡിയിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ. അപ്പം ബോഡി ഇങ്ങനെ ആലോചിക്കും ഇവളെന്താ എനിക്കൊന്നും തരാനത്, കാരണം നമ്മൾ ഇത്രയും ഫാസ്റ്റിംഗ്, ഒരു 16 hours ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ
ഇതിൻ്റെ എല്ലാം റിയാക്ഷൻ നമുക്ക് ബോഡി ആദ്യത്തെ ഒരാഴ്ച നമുക്ക് തരും. അതായത് നമുക്ക് സ്ട്രെസ്സ് വരും, നമുക്ക് ആൻസൈറ്റി വരും, നമുക്ക് വിഷമം വരും, നമുക്ക് കരച്ചിൽ വരും, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് തരും. നമ്മളത് മൈൻഡ് ചെയ്യരുത്. നമ്മളത് മൈൻഡ് ചെയ്യാത്തപ്പോൾ ബോഡി വിചാരിക്കും, ഞാൻ ഇവൾക്ക് സ്ട്രെസ് അല്ലേ കൊടുക്കുന്നത്, പിന്നെ ഇവൾ എന്താ ഇതിനോട് റിയാക്റ്റ് ചെയ്യാത്തത്. ഇപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ ബോഡി അതിനോട് യൂസ്ഡ് ആവും. ബോഡി വിചാരിക്കും ഇവൾക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബോഡി തന്നെത്താൻ നമ്മളുടെ അടുക്കിലേക്ക് വരും. അപ്പം ആദ്യത്തെ ഒരാഴ്ച ഞാൻ പറഞ്ഞ പോലെ ലൂസ് മോഷൻ ഉണ്ടാവും, ബോഡി പെയിൻ ഉണ്ടാവും, പിന്നെ സ്ട്രെസ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, വിഷമങ്ങൾ, കരച്ചിൽ, ഇതൊക്കെ ഉണ്ടാവും. ദേഷ്യമൊക്കെ വരും കേട്ടോ. നമുക്ക് തുറന്നതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമായിരിക്കും. അപ്പോൾ നമ്മുടെ കാലിടിക്കും, കൈയിടിക്കും, ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി നമ്മൾ കൈയും കാലും ഒക്കെ വെറുതെയൊക്കെ അങ്ങ് ഇടിക്കും. എന്താണെന്നറിയത്തില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഇതൊക്കെ ഒറ്റ ഒരാഴ്ചത്തെ കാര്യമേ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞാൽ എല്ലാം നമുക്ക് യൂസ്ഡ് ആവും, എല്ലാം നമ്മൾ ഓക്കെ ആവും. നമ്മൾക്ക് പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പിന്നെ നമ്മളുടെ ബോഡി, നമ്മളുടെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനോടൊരു ഒബ്സഷൻ വന്ന് തുടങ്ങും. ഇത് കൊള്ളാമല്ലോ, ഞാൻ ഇത്രയും നാൾ നോക്കാഞ്ഞിട്ടായിരുന്നല്ലേ ഇങ്ങനെയൊന്നും സംഭവിക്കാനെന്ന് തോന്നും. അപ്പം നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ നമ്മൾ പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യും. അതാണ്, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഡയറ്റ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എൻ്റെ ലാസ്റ്റ് മന്തിലെ ഡയറ്റ് ഒന്നുകൂടെ പറയാം. കാരണം ഒരു ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി. അപ്പം മോർണിംഗ് എൻ്റെ ഫസ്റ്റ് ഡീറ്റോക്സ് ഡ്രിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ്. ഇത് ഞാൻ വർക്കൗട്ടിന് തൊട്ട് മുമ്പ് കഴിക്കുന്നു, പിന്നെ വർക്കൗട്ട് ചെയ്യുന്നു. വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിയാ സീഡ് ഒരു ഗ്ലാസ്സിനകത്ത് കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, വർക്കൗട്ട് കഴിയുമ്പോൾ തൊട്ട് ഞാൻ വെള്ളം കുടിച്ചു തുടങ്ങും. അപ്പം വർക്കൗട്ട് കഴിയുമ്പോൾ തൊട്ട് ഞാൻ വെള്ളം ചൂടാക്കി ഞാൻ വെള്ളം കുടിച്ചു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞു, 3 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നല്ലതാണ് ആക്ച്വലി. ലഞ്ച് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. 3 ലിറ്റർ വെള്ളം നമ്മൾ 7 മണിക്ക് മുമ്പ് തീർക്കണം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. 7 മണിക്ക് ശേഷം എന്താണ് ഞാൻ വെള്ളം കുടിക്കാത്തതെന്ന് വെച്ചാൽ, നമ്മൾ നൈറ്റ് ഉറങ്ങുമ്പോഴത്തേക്ക് നമുക്കല്ലെങ്കിൽ എപ്പോഴും വാഷ്റൂം പോകാനുള്ള ടെൻഡൻസി വരുന്നത് കൊണ്ടാണ് ഒരു 7 മണിക്ക് മുമ്പ് വരെ ഞാൻ കറക്റ്റ് വെള്ളം എല്ലാം നിർത്തും. അപ്പോൾ നമ്മളൊരു ഉറങ്ങുന്ന ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമ്മൾ സുഖമായിട്ട് നമ്മൾ ഉറങ്ങും. പിന്നെ ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ദാഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഇച്ചിരി സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്ന ലഞ്ച് ഞാൻ ചപ്പാത്തി, എന്തെങ്കിലും വെജ് അല്ലെങ്കിൽ വെജ് പിന്നെ ചിക്കൻ കറി, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. പയർ, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം. വെജീസ് എല്ലാം നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഡിന്നർ എന്ന് പറയുന്നത് എന്താ, സ്വീറ്റ് പൊട്ടറ്റോ, മുട്ട പൊരിച്ചത്, പിന്നെ മുട്ട പുഴുങ്ങി നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. പിന്നെന്താ, ചിക്കൻ സാലഡ്, അതിനകത്ത് വെജീസ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് ഡിന്നർ. പിന്നെ ഡിന്നറിൻ്റെ കൂടെ മറ്റേ എൻ്റെ വെള്ളം, അതായത് നമ്മുടെ കരിഞ്ചീരകം, ചുക്ക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട ആ വെള്ളം. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ 3 ലിറ്റേഴ്സ് വെള്ളവും കുടിച്ച് തീർക്കുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വിശപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നട്ട്സ്. ഇതായിരുന്നു എൻ്റെ ഡയറ്റ്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയറ്റ് ദയവ് ചെയ്ത് ഫോളോ ചെയ്യരുത്. നിങ്ങളുടെ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെയോ കണ്ടിട്ട് അവർ തരുന്ന ഡയറ്റ് മാത്രം ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു, PCOD അങ്ങനെ ഒക്കെ ഉള്ളവർക്ക്, PCOD എന്താ തൈറോയിഡ് ഒക്കെ ഉള്ളവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും, കുറച്ചൊരു ടൈം എടുക്കും. നിങ്ങൾക്ക് കുറേതല്ലെന്നല്ല, ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. പേഷ്യൻസ് നമുക്ക് എപ്പോഴും വേണം. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ മെറ്റബോളിസം ഒക്കെ അനുസരിച്ചാണ് ഓരോരുത്തരുടെ ഇത് വെയിറ്റ് ലോസ് നടക്കുന്നത്. പിന്നെന്താ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇതിന് ഞാൻ ചെയ്തതിനകത്ത് ഞാൻ എക്സ്പേർട്ടോ കാര്യമൊന്നുമല്ല. ഇത് ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്ത് വന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതൊക്കെ വർക്കൗട്ടാണ് ചെയ്തതോ ഏത് ചാനലാണ് ഫോളോ ചെയ്തതെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനതും ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. വേറെന്താ, പിന്നെ അൺനെസസറി ആയിട്ട് ഫുഡ് കഴിക്കാതെ ഇരുന്ന് ഡെഫിഷ്യൻസി ഒന്നും വരുത്തി വേറെ അസുഖങ്ങളൊന്നും വരുത്തരുത്. കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചാൽ നമുക്ക് വണ്ണം കുറയും. അല്ലാതെ ഫുഡ് കഴിക്കാതെ ഇരുന്ന് പട്ടിണി കിടന്ന് ആരും വണ്ണം കുറയ്ക്കരുത്. അപ്പം അങ്ങനെ ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഡയറ്റ് ഫുഡ് കഴിച്ച് അത്യാവശ്യം ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. നിങ്ങൾ ഫുഡ് കഴിക്കേണ്ട എന്നല്ല,
ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ബോഡിക്ക് കൊടുത്ത് ഡെഫിഷ്യൻസി ഒന്നും വരാതെ നിങ്ങൾ ഇത് ഫോളോ ചെയ്തിട്ട് വർക്കൗട്ടൂടെ ചെയ്താൽ തീർച്ചയായും വണ്ണം കുറയും. ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഫോളോ ചെയ്ത്, പിന്നെ ആരെങ്കിലും ഇത് എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ആരെങ്കിലും വണ്ണം കുറയ്ക്കാൻ, എൻ്റെ അടുത്ത് ഇപ്പോൾ 2-3 പേര് പറഞ്ഞു അവർ വണ്ണം കുറയ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് ഒന്ന് പറയാം. എനിക്കൊരു സന്തോഷമാണ് കേട്ടോ അത് കേൾക്കുന്നത്. അപ്പം വന്ന് പറയുക. പിന്നെ വണ്ണം ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് വണ്ണം കുറയുകയാണെങ്കിൽ എൻ്റെ അടുക്കൽ ഒന്ന് പറയണം കേട്ടോ, അപ്പോഴും ഞാൻ ഹാപ്പിയാവും. അപ്പം എല്ലാവരും ചെയ്യുക, വണ്ണം കുറയ്ക്കുക, നോർമൽ എന്താ പറയുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഹലോ, അപ്പോൾ ഞാൻ മുൻപേ വീഡിയോ എടുത്തപ്പം പറയാൻ വിട്ടുപോയ 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒന്ന് അഡിക്റ്റീവ്സ് ഡ്രിങ്കിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഡ്രിങ്ക് ആക്ച്വലി ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് 1 സ്പൂൺ ഹണി അതിനകത്ത് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് നമുക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര കയ്പുള്ള സാധനമാണ്. അത് ഹണി 1 സ്പൂൺ ആഡ് ചെയ്താൽ തന്നെ നല്ല കയ്പുണ്ട് അത് കഴിക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, അങ്ങോട്ട് കുടിക്കുക, അത്രേ പറയാനുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആകും, പിന്നെ കുഴപ്പമില്ല, അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആകെ ഒരു ഷുഗർ എന്ന് പറഞ്ഞ് കഴിക്കുന്നത് ആ ഹണി 1 സ്പൂൺ ഹണിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പം അത് കഴിക്കുക. പിന്നെ അത് ഞാൻ വിട്ടുപോയതായിരുന്നു മുമ്പ് പറഞ്ഞപ്പം. പിന്നെ ടീ കോഫിയുടെ കാര്യം ഞാൻ മെൻഷൻ ചെയ്യാഞ്ഞത്, ഞാൻ ടീ കോഫി കുടിക്കില്ല. ഞാൻ അത് ഇപ്പോഴല്ല, ഞാൻ കുഞ്ഞിലെ തൊട്ടേ ടീയും കോഫിയും ഒന്നും ഞാൻ കുടിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കുടിക്കാം. പിന്നെ ഷുഗർ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിക്ക് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്തു, അത് നിങ്ങളുടെ ഇഷ്ടം. ഷുഗർ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ടീ കോഫി അവോയ്ഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം, അത് മാറ്റി റീപ്ലേസ് ചെയ്ത് ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം, എന്നോട് കുറേ പേര് പറഞ്ഞാണ് ഫേസ് പോകുമല്ലോ, ഇനിയും വണ്ണം കുറയ്ക്കരുത്, ഫേസ് വൃത്തികേടാകും, അതായത് ബിക്കോസ് എൻ്റെ ഫേസ് കുറച്ച് നീണ്ട ഫേസ് ആയതുകൊണ്ട് നമ്മളൊരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം എന്താ പറയുക, നമ്മളുടെ ഏറ്റവും ആദ്യം പോകുന്നത് നമ്മളുടെ ഫേസാണ്, ഏറ്റവും അവസാനം പോകുന്നത് നമുക്ക് ഏറ്റവും ആദ്യം പോകേണ്ട സാധനം നമ്മളുടെ വയറാണ്. അപ്പം അതുകൊണ്ട് ഫേസ് എങ്ങനെ വരുമ്പോൾ അപ്പോൾ കുറച്ച് ചബ്ബി ചീക്സ് ഉള്ളവർക്ക് നല്ലതാണ് ആക്ച്വലി, ഫേസ് പോകുമ്പോൾ അവരുടെ ഫേസ് നല്ലതാകും. പക്ഷേ എന്നെപ്പോലെ ഇങ്ങനെ കുറച്ച് നീണ്ട ഫേസ് ഉള്ളവർക്ക് അത് പോകുമ്പോൾ കുറച്ചൊരു മെലിഞ്ഞിട്ട് കുറച്ച് വൃത്തികേട് പോലെ തോന്നും. പക്ഷേ അത് നമ്മളൊരു നോർമൽ ഡയറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ശരിയാവും. പിന്നെ ഞാൻ മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നെപ്പോലെ ഫേസുള്ള ആരെങ്കിലും മസാജ് ഏതാണ് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് എനിക്ക് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് എനിക്ക് നോർമൽ ഡയറ്റിൽ വിത്ത് വർക്കൗട്ട് നമ്മൾ പോകുന്ന ആ ടൈമിൽ നമ്മൾക്ക് അത് ഫേസ് ബാക്ക് ടു നോർമലാവും. അപ്പോൾ അതോർത്ത് ഇതാവണ്ട. അപ്പോൾ ഈ 3 കാര്യം ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ബൈ ബൈ.